അമേരിക്ക ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. മറ്റൊന്നുമല്ല, USA ആണ് IMF ഫണ്ട് ചെയ്യുന്നത്. IMF പക്കികൾക്ക് 8,000 സംതിങ് രൂപയോളം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പക്കികളാണെങ്കിൽ മോഡേൺ ഗൺസ് വാങ്ങിക്കുന്നത് ഇതേ USA നിന്നാണ് അവർ വാങ്ങിക്കുന്നത്. സോ അവരുടെ ആ ഒരു എക്കണോമി തിരിച്ച് അവരിലോട്ട് തന്നെ എത്തുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും അവരുടെ ഈ ഒരു പറയുന്ന പോലത്തെ പുതിയ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എത്താനെ കൊണ്ട് ഒരു സാവകാശത്തിനും കൂടെ വേണ്ടിയിട്ടായിരിക്കുമോ ഈ ഒരു സീസ് ഫയർ എന്നുള്ളത് ചില സംശയങ്ങൾ മാത്രമാണ്. ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് ബലൂചിസ്ഥാന് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ ആണെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഒരു മറുപടി കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി മറ്റൊരു ലൈവ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇതേപോലെ തന്നെ വസ്തുതാപരമല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇതിന് വസ്തുതാപരമായിട്ടുള്ള കുറച്ച് മറുപടികളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കൊടുക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് ഏതൊരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ പച്ച എന്ന് എടുത്ത് പറയുന്നത് എൻ്റെ ഉള്ളിൽ വർഗീയത ഉള്ളത് കൊണ്ടാണോ എന്ന് ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ വർഗീയതയോ കാര്യങ്ങളൊന്നും ഉള്ളതിൻ്റെ പേരിലല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ ഇത്തരം സെൻസിറ്റീവ് ഇഷ്യൂസ് എടുക്കുമ്പോഴത്തേക്കിന് ടെക്നിക്കലി പരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് എൻ്റെ ചാനലിനുള്ളത് കൊണ്ട് ഈ ഇസ്താൻ ചേർത്ത് എനിക്ക് ആ ഒരു രാജ്യത്തെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം തന്നെ വീഡിയോക്ക് ആഡ് സൂട്ടബിൾ അടിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പച്ച എന്ന് പറയുന്നില്ല, ഇവിടെ പക്കി എന്ന് പറയാം. ഓക്കെ, ആർക്കും അങ്ങനത്തെ ഒരു വിദ്വേഷം കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്. കാര്യം ഞാൻ അങ്ങനെ ഒരു വർഗീയവാദിയും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയല്ല. കാര്യം മനുഷ്യനെ മനുഷ്യമായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഇനി പുള്ളി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കേൾക്കാം. ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നത്. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അഭാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത്. അഭിമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അഖിൽ മാരാറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം മറ്റൊന്നുമല്ല, കാര്യം ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെ ഒരു പേര് കൊടുത്ത് തന്നെ എത്രത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് നമ്മളൊന്ന് ആലോചിക്കുക. അതിനുശേഷം ഇവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രംപ് ഇങ്ങനെ ഒരു കാര്യം ഇറക്കി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഇവരാണ് ഈ പറഞ്ഞ സീസ് ഫയർ നടത്തുന്നുള്ളത് ട്രംപാണ് വന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. അപ്പം അതിന്റെ പേരിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞതിന്റെ പേരിൽ നമ്മളെല്ലാം നാണക്കേടാണ് അല്ലെങ്കിൽ നമുക്ക് അപമാനമാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരിക്കലും നമുക്ക് ആ രീതിയിൽ യോജിക്കാൻ പറ്റില്ല. കാര്യം പേഴ്സണലി എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം ഒരുപാട് വിയോജിപ്പുകൾ നരേന്ദ്രമോദിയുടെ അടുത്ത് എനിക്കുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളി ഒരുപാട് റെസ്പെക്ട് അർഹിക്കുന്നുണ്ട്. കാര്യം അത്രത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളി ചെയ്തേക്കുന്നത്. പിന്നെ ട്രംപ് ഇവിടെ ചെയ്തേക്കുന്ന കാര്യം തീർച്ചയായിട്ടും മറ്റേ ഇല്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കാണിക്കുന്ന ഒരു പരിപാടിയാണ് പുള്ളി ഇവിടെ ചെയ്തത്. കാര്യം ഞങ്ങളാണ് വേൾഡ് ഭരിക്കുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്നുള്ളതിനപ്പുറത്തേക്ക് ട്രംപ് കാണിച്ചേക്കുന്ന ഒരു പരിപാടി എന്നേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. കാര്യം ഞാനാണ് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് മധ്യസ്ഥ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണെങ്കിലും ട്രംപ് പറഞ്ഞേക്കുന്ന കാര്യം ഒരുമാതിരി എടുത്തുചാട്ടം പോലുള്ള സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു സീസ് ഫയറിലാണെങ്കിൽ നമ്മളിപ്പം കരാറ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ യോജിച്ചത് എന്നുള്ള കാര്യമാണെങ്കിൽ ശശി തരൂർ വന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്നുള്ളതെന്ന് കേൾക്കാം. See, the fact is that to my mind, we had reached a stage where the escalation was needlessly getting out of control. Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. As far as I'm concerned, I believe that the people of India deserve peace. We have suffered a lot. We have lost a lot of casualties. Ask the people of Poonch how many have died since this war began and the shelling from the Pakistanis. I'm not saying that we should always stop wars. When there are reasons to continue them, we should continue. But this was not a war we intended to continue. We just wanted to teach the terrorists a lesson. That lesson has been taught. I'm sure the government will continue trying to identify and track the specific individuals who did the horrors of Pahalgam. But as far as this particular conflict with Pakistan was concerned, there was no reason to risk the loss of more lives and limbs and fortunes. We need to focus on the well-being and prosperity of Indian people, of growth, development, progress. I think the peace is the right way to go at this stage. So അതാണ് ഇപ്പം നരേന്ദ്രമോദി എന്നുള്ള ഒരു ലീഡർ എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. തിരിച്ച് ഈ ടെററിസ്റ്റുകളുടെ ഒക്കെ ആണെങ്കിൽ താവളങ്ങളിൽ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അവിടെ അപ്പോഴും നമുക്ക് പൂർണ്ണ വിജയം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം എന്താണെന്ന്
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒന്ന് ആ ഒരു കൃത്യം ചെയ്തേക്കുന്നവന്മാരെ നമുക്ക് എന്തായാലും കണ്ടെത്താനോ പിടിക്കാനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പൂർണ്ണ വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത്. അപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീസ്ഫയറിന് തയ്യാറായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കുമല്ലോ. അതായത് ഇനിയും ബാക്കിയുള്ള ആൾക്കാരെ, നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൂടെ നമുക്ക് വെറുതെ അവരുടെ ജീവൻ കൂടെ കളയാനെ കൊണ്ട് താല്പര്യമില്ല. കാര്യം നമുക്കെല്ലാവർക്കും വേണ്ടത് പീസാണ്, സമാധാനമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്, അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു ചർച്ച ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണോ ബെറ്റർ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയാണോ, അങ്ങനെ കുറേ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽ മാരാർ ഒരു കാര്യം പറയുന്നുണ്ട്, അതോടെ നമുക്കൊന്ന് കേൾക്കാം. ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോട് പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, അവരുടെ തീരുമാനങ്ങൾ കൊണ്ടാണ്. ആരും ഇല്ലാതിരുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വരൂ ഞങ്ങൾ അവിടെ അവികട നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത പിന്നീട് റഷ്യ പിന്തുണ ചോദിക്കുന്നുള്ളതല്ല, നമ്മുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവത്തില്ലോ നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത്. തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോട് പറയുന്നത് ഇന്നത്തെ ഈ ഒറ്റ തീരുമാനം കൊണ്ടാണ്. ഇത് അഖിൽ മാരാർ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അതേപോലെ സന്ദീപ് വാര്യരാണെങ്കിലും ഒക്കെ പറയുന്നത് ഇതേ കാര്യം. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. അമേരിക്കൻ പ്രസിഡന്റിനോട് സൗകര്യമില്ല എന്ന് പറയണമെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെ ഇവരൊക്കെ തന്നെ ഉടനീളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം 1971 സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിൽ 2025 നടന്നുകൊണ്ടിരിക്കുന്നുള്ള എല്ലാവരും മനസ്സിലാക്കുക. അന്ന് ഈ പറയുന്ന പോലെ അമേരിക്കയുടെ 7ാം കപ്പൽ നമ്മുടെ അറബിക്കടലിൽ കടന്നു വന്നു കഴിഞ്ഞാൽ തിരിച്ചവർ പോകണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് അത്രത്തോളം കറേജിയസ് ആയിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള, നമുക്ക് അത്രത്തോളം രോമാഞ്ചിഫിക്കേഷൻ അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളൊക്കെ എടുത്തതുകൊണ്ടാണ് ആ ഒരു ലേഡിനെ ആണെങ്കിൽ ഉരുക്ക് വനിത എന്ന് വിളിക്കുന്നത്. അതേപോലെ 2025 പഹൽഗാം അറ്റാക്ക് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഈ ചെയ്യാൻ വന്ന പുന്നാരമക്കളുടെ അടുത്ത് ഒരു ലേഡി പറയുകയാണ്, എന്തിനാണ് എന്നെ കൂടെ ബാക്കി വെക്കുന്നത്, എന്നെ കൂടെ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അത് നീയൊക്കെ നിന്റെ മോദിയോട് പോയി പറയുമെന്ന് പറഞ്ഞു. മോദിയോട് പോയി പറഞ്ഞു, ശേഷം നടന്നത് ചരിത്രമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൂടി പറയാൻ പറ്റുന്നില്ല? അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ? പിന്നെ അമേരിക്ക ഇതിന്റെ ഇടയിൽ കൂടെ കാണിക്കുന്ന കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് ഇനി സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ യോജിപ്പ് ഇന്ത്യ പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യം ഇനി നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ ഇതിന്റെ ഒരു ന്യൂസ് ബൈറ്റോടെ ഇങ്ങോട്ട് വെക്കാം. ഇപ്പോൾ IMFന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അവിടെ പാകിസ്ഥാന് വേണ്ടി സഹായം നൽകാൻ ധാരണയാവുന്നു. ഏകദേശം $1 ബില്യൺ, അതായത് 8,500 കോടി രൂപയുടെ സഹായം നൽകുന്നു. അതിലും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെ ഇതിനെ എല്ലാം ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് അമേരിക്കയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്താനുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നു. അത് പക്ഷേ ചില പേടിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷം അത് മൂർച്ഛിച്ച് മറ്റൊരു തലത്തിലേക്ക് പോയി വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യം JD വാൻസ് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് ഇവർ തമ്മിൽ, അതായത് നമ്മുടെ ഇന്ത്യയും ഈ ഒരു പക്കികളും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം മൂർച്ഛിച്ച് പോയി കഴിഞ്ഞാൽ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ സാധ്യതകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാബ വാങ്കേനെ പോലുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ അറിയില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നോക്കിയാൽ മതി, മലയാളത്തിൽ കുറേ വീഡിയോസ് കിട്ടും. അതായത് ഭാവിയെ പ്രവചിക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ബാബ വാങ്കെ പോലുള്ള ആൾക്കാർ. വേൾഡ് വാർ 3 ഈ ഒരു കാലഘട്ടത്തിൽ ഈ 2030 മുന്നേ ആയിട്ട് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി ഈ പറയുന്നത് പോലെ ഈ വേൾഡ് വാർ 3 സംഭവിക്കാനുള്ള സാധ്യതയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യ യുക്രൈൻ വാർ നടക്കണം, അതുപോലെ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യ പക്കികളും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മൂർച്ഛിച്ച് ഏത് അവസ്ഥയിലോട്ട് പോകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വേൾഡ് വാർ ഫസ്റ്റ് നടന്നപ്പോഴും സെക്കൻഡ് നടന്നപ്പോഴും ലോകം മൊത്തത്തിൽ എക്കണോമിക്കലാണെങ്കിലും ദാരിദ്ര്യമൊക്കെ കൊടും ദാരിദ്ര്യമൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ ഇന്ത്യയും ഈ ഒരു പക്കികളും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം അവരും ആണവശക്തികളാണ്, നമ്മളും ആണവശക്തികളാണ്. നമ്മളിപ്പോൾ എത്ര ജയിക്കുമെന്ന് പറഞ്ഞാലും തോൽക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങോട്ടേക്ക് അവർ ആണവായുധം പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ ബൗണ്ടറീസും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകരാജ്യങ്ങൾ പറയുന്നതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇവിടെ ആണവായുധം ഞങ്ങൾ വിടും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കിയിലൊക്കെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള അവർ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അപ്പം ഇത് തന്നെയാണ് ആ ഒരു സീരിയസ് ഇഷ്യൂ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാര്യം ഇതിന്റെ ആ ഒരു തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇതിനകത്തിൽ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇതിന്റെ ഇടയ്ക്ക് ഇന്ന് കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാര്യം മറ്റൊന്നുമല്ല, USA ആണ് IMFന് ഫണ്ട് ചെയ്യുന്നത്. IMF പക്കികൾക്ക് 8,000 രൂപയോളം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പക്കികളാണെങ്കിൽ മോഡേൺ ഗൺസ് വാങ്ങിക്കുന്നത് ഇതേ USA നിന്നാണ് അവർ വാങ്ങിക്കുന്നത്. സോ അവരുടെ ആ ഒരു എക്കണോമി തിരിച്ച് അവരിലോട്ട് തന്നെ എത്തുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും അവരുടെ ഈ ഒരു പറയുന്ന പോലത്തെ പുതിയ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എത്താനെ കൊണ്ട് ഒരു സാവകാശത്തിനും കൂടെ വേണ്ടിയിട്ടായിരിക്കുമോ ഈ ഒരു സീസ്ഫയർ എന്നുള്ളത് ചില സംശയങ്ങൾ മാത്രമാണ്. കാര്യം ഈ പക്കികൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിക്കാനെ കൊണ്ട് അമേരിക്കയുടെ ഒരു പ്രഷറോട് വന്നതിൻ്റെ പേരിലാണ് അവർക്ക് അനുവദിച്ചേക്കുന്നത്. അപ്പോഴും പക്കികളാണെങ്കിൽ
നല്ല രീതിയിലുള്ള ഈ പറയുന്ന കടവും കയറിയിട്ടൊക്കെ നിൽക്കുകയാണ് IMF നിന്നൊക്കെ മുമ്പ് പൈസ എടുത്തതിൻ്റെ പേരിലൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കളികൾ നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അതേപോലെ തന്നെ ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ചൈനയെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യോമതാവളം അത്യാവശ്യമാണ്. അങ്ങനെ വ്യോമതാവളമായിട്ട് പ്രവർത്തിക്കാനെ കൊണ്ട് പക്കികൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും പക്കികളെ അവർക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇന്ത്യ ഒരിക്കലും ഒരു രീതിയിൽ അങ്ങനെ ഒരു താവളമാവാനെ കൊണ്ട് ഇന്ത്യ തയ്യാറാവില്ല. കാര്യം ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസ്പിറസീസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. എന്തിനാണെങ്കിലും നമുക്ക് ബാക്കി പുള്ളി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഇതിന് മുൻപ് സൈനികർ കൊല്ലപ്പെട്ടു, ഉറിയിലും പത്താംകൂട്ട്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ തിരിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നമ്മൾ അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഇന്ത്യയുടെ മേളിൽ എടുക്കണമെങ്കിൽ അവൻ പല പ്രാവശ്യം ചിന്തിക്കണം. ഇന്ത്യ പോലൊരു രാജ്യത്തിനോട് ഞങ്ങൾ ഇനി ഒരു യുദ്ധം ചെയ്യണോ വേണ്ടയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരന്റെ ശരീരത്തിൽ തുറന്നോ വേണ്ടയോ എന്നൊരു തീരുമാനം പാകിസ്ഥാൻ പലതവണ ആലോചിച്ച് വേണം എടുക്കാൻ. പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ ഭയപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അവൻ ഒരു രീതിയിലും ഫസ്റ്റ് ഓഫ് ഓൾ പേടിക്കാനും വേണം ഒരു ബുദ്ധി. അത് ഈ മണ്ടന്മാർക്ക് ഇല്ല. ആൻഡ് അത് മാത്രമല്ല, ഇങ്ങനൊരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കിന് അവന്മാർക്കിടയിൽ ഒരു യൂണിറ്റി എന്ന് പറയുന്നൊരു സാധനമില്ല. അവിടുത്തെ ഈ പറയുന്ന പോലെ അവിടുത്തെ ഗവൺമെന്റ് പറയുന്നതൊന്ന്, അവിടുത്തെ ആർമി ചീഫ് പറയുന്ന വേറൊന്ന്, അങ്ങനെ നാല് വഴിക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഞാനൊരു ന്യൂസ് ബൈറ്റോടെ ഇങ്ങോട്ട് വെക്കാം. അത് പ്രഖ്യാപിക്കാൻ വേണ്ടി വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇങ്ങനെയാണ് പറയുന്നത്. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO ഇന്ന് ഉച്ചയ്ക്ക് 3:35 ഇന്ത്യൻ DGMOയെ വിളിക്കുകയായിരുന്നു. കരയിലും ആകാശത്തുമുള്ള എല്ലാ വെടിവെപ്പുകളും സൈനിക നടപടികളും ഇരുപക്ഷത്തു നിന്നും നിർത്തുമെന്ന് ധാരണയായിരുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ ആയില്ല. അതിന് മുൻപ് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഷെല്ലാക്രമണത്തിലേക്ക് റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ. ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുക്കുന്നു, പക്ഷേ മിലിറ്ററി ലീഡർഷിപ്പ് അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ അവർ ഒരു ധാരണയിലേക്ക് എത്തുന്നില്ല. ഇതിന് മുൻപ് നമ്മൾ പലതവണ പാകിസ്ഥാനിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. സോ അതാണ് അവിടുത്തെ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേടിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധി വേണം. അത് ഈ പൊട്ടന്മാർക്ക് ഇല്ല. ഇപ്പൊ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് പറയുന്നതൊന്ന്, ആർമി പറയുന്നതൊന്ന്, അവിടുത്തെ തീവ്രവാദ സംഘടനകൾ പറയുന്നത് വേറൊന്ന്. അതുകൊണ്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സീസോയർ പറഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനുശേഷം ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. അവിടെ അവന്മാർക്ക് ആ ഒരു യൂണിറ്റി ഇല്ലാത്തതിന്റെ പേരിലൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പരിപാടി കാണിക്കാവുന്നവന്മാർക്ക് തിരിച്ചെന്തായാലും അതിനൊരു അടി കിട്ടാണ്ട് അത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. ഭീകരവാദികളെ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്ക് അവർ നൽകിയ ആദരവ് ആ രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, ആ രാജ്യത്തിന്റെ പട്ടാള മേധാവിമാർ ഉൾപ്പെടെ, ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെ വന്നിരുന്നിട്ട് വലിയ ആദരവ് നൽകി ഈ ഭീകരവാദികളെ യാത്ര അയച്ചു. അവർ ഈ ഭീകരവാദികളെ ഇന്ത്യ കൊന്നപ്പോൾ പേടിച്ചോ? ഇന്ത്യ ഇവർ പേടിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? അങ്ങനെ പേടിച്ചെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ 15 പേരെ രാത്രി കൊല്ലാൻ പാകിസ്ഥാൻ ഇവിടുന്ന് ധൈര്യം കാണിക്കും? വെറുതെ വായി തോന്നുന്ന ഡയലോഗ് അടിക്കുന്ന സംഖ്യകളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയെ പാകിസ്ഥാൻ ഒരു പേടിയുമില്ല, നരേന്ദ്രമോദി ഒരു പേടിയുമില്ല എന്നുള്ള ഏറ്റവും ഉദാഹരണം തന്നെയാണ്. ഇന്ത്യ പാതിരാത്രി കയറി ഭീകരനെ കൊന്നപ്പോൾ ഇന്ത്യയിലെ 15 സാധാരണക്കാരനെ രാത്രി കയറി പാകിസ്ഥാൻ തിരിച്ചു കൊല്ലാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ഒരു സംഘലമെന്റ് പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. മേ ബി പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആ ഒരു രാഷ്ട്രീയം ഇടയ്ക്ക് ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ അവിടെ ഇവിടെ കണ്ടു. മേ ബി അതുകൊണ്ടായിരിക്കും പുള്ളി അത് പറഞ്ഞത്. അതിനെ പറ്റിയിട്ട് നമുക്കറിയത്തില്ല. എന്തിനാണെങ്കിലും രാഷ്ട്രീയം പറയേണ്ടുന്ന ഒരു സാഹചര്യമല്ല. അത് ആരാണെങ്കിലും സംഘയാണെങ്കിലും കമ്മിയാണെങ്കിലും കൊങ്ങിയാണെങ്കിലും ആരാണെങ്കിലും ഇത് രാഷ്ട്രീയം പറയേണ്ട സാഹചര്യം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ, അല്ലേ? ഇവിടെ പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അതായത് പക്കികൾക്ക് നമ്മുടെ അടുത്തൊരു പേടിയില്ല എന്നുള്ളത്. എന്തിനേറെ പറയുന്നത്, അവർക്ക് അമേരിക്കയുടെ അടുത്ത് പോലും ആ ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല. അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾക്ക് അമേരിക്കയോട് പോലും ആ ഒരു പേടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കളി നടക്കണ്ടോ നമുക്കറിയത്തില്ല. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. അവർ വീണ്ടും ഇന്ത്യ നിരന്തരം ആക്രമിച്ചു. ഇന്ത്യ IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നിർത്തിവെച്ചു. സാമ്പത്തികമായിട്ട് മറ്റൊരു വലിയ നഷ്ടമാണ് IPL പോലുള്ള വലിയ മഹാമേള, വലിയ കായികമേള ഇല്ലാതാക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരെ പേടിച്ചു? നമ്മൾ പാകിസ്ഥാനെ പേടിച്ചു. നമ്മൾ പാകിസ്ഥാനെ പേടിച്ചിട്ട് IPL നമ്മൾ നിർത്തിവെച്ചു. ഇത് നമ്മൾ പേടിച്ചെന്നോ? ഇത് യുക്തിപരമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണോ ഇത്? അല്ലെങ്കിൽ ആണത്തെന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കേണ്ട ഒരു സാഹചര്യമാണോ ഇത്? ചില ഈ ഒരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇങ്ങോട്ട് കടമെടുക്കണം. അതായത് ചില തവളകളുണ്ട്, ഈ ചില മാക്രികൾ, അത് ഈ പാണ്ടിലോറി ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുമ്പോഴത്തേക്കിനെ നെഞ്ചു മിരിച്ചിരിക്കും. എന്നിട്ട് ആ ഒരു വണ്ടി കയറുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാമല്ലോ. ആ സമയത്ത് യുക്തിപരമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വണ്ടി വരുമ്പോൾ നമ്മൾ മാറി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ചെന്നൈയിൽ ചിപ്പോക്ക് സ്റ്റേഡിയത്തിലാണെങ്കിൽ IPL മത്സരത്തിൻ്റെ ഇടയിൽ എന്തായാലും ഒരു ബോംബ് ഭീഷണി കാര്യങ്ങളൊക്കെ പക്കികളുടെ ഇടയിൽ നിന്ന് ഒരു ഇമെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മാച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തായാലും റദ്ദാക്കുകയാണെന്നുള്ളതിലൊക്കെ അറിയിപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഭയപ്പാടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുകയാണോ ചെയ്യേണ്ടത്? എന്തെങ്കിലും വരുന്നതിന് മുന്നേ അതിനൊരു മുൻകരുതൽ എടുക്കുകയാണോ വേണ്ടത്? സോ അതല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലീഡർ മറ്റെന്താണ് ചെയ്യേണ്ടത്? എല്ലാവരെയും ബാക്കിയുള്ളവരുടെ ജീവനെല്ലാം ബലി കൊടുക്കുക, എന്നാൽ പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയതാണ് കാര്യം. ഓൾറെഡി പക്കികൾക്കിടയിലും ഇതുപോലൊരു ലീഗ് നടക്കുന്നുണ്ട്. അതായത് PSL എന്ന് പറയും, പക്കി സൂപ്പർ ലീഗ് എന്ന്. അതായത് ഇവിടുത്തെ IPL പോലെ തന്നെ. സോ അവിടെ ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ മാച്ചസ് ഒക്കെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് അവർ നമ്മളെ പേടിച്ചിട്ടാണത് മാറ്റി വെച്ചെന്നുള്ളത് അഖിൽമാരാറിന് പറയാൻ പറ്റുന്നില്ല. സോ അവിടെ എടുത്തേക്കുന്നത് യുക്തിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. എന്തിനാണ് പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ തന്നെ സ്ലീപ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരെ കൊണ്ട് അല്ലെങ്കിൽ അവരിലൂടെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതോടൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ഭാര്യയും നിങ്ങളുടെ പെങ്ങളെയും നിങ്ങളുടെ അമ്മയും ഒക്കെ ഒരുതൻ ക്രൂരമായി ഉപദ്രവിക്കുകയാണ് നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത്. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നു.
നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കിയവനെ അടിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നു. നിങ്ങൾ പോയി അവന്റെ 2-3 അവന്റെ കൂട്ടത്തിൽ വന്ന 3-4 പേരെ നിങ്ങൾ അടിച്ചു. നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നതിന് മുന്നേ അവൻ നിങ്ങളെ വീട്ടിൽ കയറി വീണ്ടും അടിച്ചു. നിങ്ങൾ അവൻ പുറത്തുനിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ തടയുന്നുണ്ട്, നിങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ നിർത്തുന്നില്ല, അവൻ നിരന്തരം നിങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അടിച്ചുകൊണ്ടിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അവൻ പറയുകയാണ്, അളിയാ നിർത്തി, ഇനി നമ്മൾ യാതൊരു പ്രശ്നമില്ല, ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്, ഇനി എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ച് പറയുകയാണ്, ഞാൻ ഈ പരിപാടി നിർത്തി, ഒരു കുഴപ്പമില്ല, എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എന്ത് വന്നാലും പ്രശ്നമില്ല, നീ നിർത്തിയ സ്ഥിതിക്ക് ഞാൻ നിർത്തുകയാണ്, നീ സമാധാനമായിട്ട് പോയി ജീവിച്ചോ, നീ നാളെ നിനക്ക് എന്തെങ്കിലും എന്നെ ചൊറിയണമെന്ന സമയത്ത് നീ ധൈര്യമായിട്ട് ഒന്ന് ചൊറിഞ്ഞോ, കാര്യം ഞാൻ ഇവിടെ ഒരുപാട് അന്നത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് കൊല്ലണമെങ്കിൽ ഇവിടെ ധാരാളം കൊന്നിട്ട് പോകാം. കാരണം ഇഷ്ടം പോലെ പേര് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നിനക്ക് കൊല്ലാനും നമുക്ക് രാഷ്ട്രീയം കളി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കുടുംബത്തിൽ നടന്ന പ്രശ്നമല്ല, ഒരു രാജ്യത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ക്രൈസിസ് ആണ്. അപ്പം അവിടെ നമുക്കൊരു കുടുംബത്തിന് സംഭവിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു കാര്യം ശരിയാണ്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിൽ ഒരു ഇന്ത്യൻ ലീഡർ എന്ന നിലയിലേക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെയുള്ള ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ പേരിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു വാറല്ല, അതൊരു പ്രതിരോധം മാത്രമായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് അവിടുത്തെ തീവ്രവാദ സംഘടനകളൊക്കെ താവളൊക്കെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇങ്ങനെ കൃത്യ ചെയ്തവന്മാരെ നമുക്ക് ഇല്ലാണ്ടാക്കാനോ കണ്ടുപിടിക്കാനോ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഇതിനി ഒരു വാർ എന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ 1971 സാഹചര്യമല്ല ഇന്ന്. അന്ന് അങ്ങനെ ഒരു വാർ നടന്നതിന് ശേഷമാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന ആ ഒരു ഉരുക്കുവനിത നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ടൈമിൽ പോലും നമ്മൾ ഈ ഒരു എക്കണോമിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദാരിദ്ര്യം പോലുള്ള ഒരുപാട് കാര്യങ്ങളോടൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു വാക്യമായിരുന്നു ഗരീബി ഹട്ടാവു, അതായത് നമ്മുടെ ദാരിദ്ര്യം തുടച്ചു നീക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം നമ്മളിപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഒരിക്കലും ഡെവലപ്ഡ് കൺട്രി അല്ല. ഇങ്ങനെ ഒരു വാർ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് ആ ഒരു കോൺസിക്വൻസസ് ഒക്കെ അനുഭവിച്ച് പോകാനെ കൊണ്ട് മാത്രം ഡെവലപ്ഡ് കൺട്രി അല്ല. എക്കണോമിക്കലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വാർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതാണ്. അത് ഒരേപോലെ പക്കികൾക്ക് നമുക്കും അത് ബാധകമാണ്. കാര്യം നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ, അതുകൂടെ മനസ്സിലാക്കണ്ടേ. ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു, തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയതിൻ്റെ ഒരു മറുപടി നമ്മൾ കൊടുത്തു. ആ ഒരു പ്രതിരോധമാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. അല്ലാതെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഒന്നും അറിയാത്ത നിരപരാധികളെ ഇല്ലാണ്ടാക്കണം നമുക്ക് ആർക്കും താല്പര്യമില്ല. അങ്ങനെ ഒരു വാറിലോട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനെ വാറിലോട്ട് ഈ ഒരു ലീഡർ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് അവന്മാരിൽ നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വാറായിട്ട് പോകുന്നത്. കാര്യം ആ ഒരു തീരുമാനം തന്നെയാണ് എനിക്കും ഉള്ളത്. കാര്യം ഇനി നമ്മൾ ചുമ്മാ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി അവിടുന്ന് ഒരു പ്രകോപനം വന്നു കഴിഞ്ഞാൽ എന്നിരുന്നാൽ കൂടി അങ്ങനെ ഒരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള എത്ര സാധാരണക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു രാജ്യത്തിന് മുഴുവനായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമായിരിക്കും ആ ഒരു ലീഡർ എടുക്കുന്ന ആ ഒരു ഒറ്റ തീരുമാനം എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ. ഇനി ബാക്കി പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതുകൂടെ ഒന്ന് കേൾക്കാം. ഏത് പോയിന്റിലാണ് നമുക്കിവിടെ നമ്മുടെ ഒരു വിജയം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാമോ? പാതിരാത്രി പോയി അവന്റെ ഭീകര കേന്ദ്രം തകർത്തു എന്ന് പറയുന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിജയം പാകിസ്ഥാന്റെ അല്ലേ എന്നതല്ലേ പരമമായ യാഥാർത്ഥ്യം. എങ്ങനെയാണ് വിജയം പാകിസ്ഥാൻ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അതും ഇന്ത്യക്കകത്തിരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വാറല്ല. വാറാണെങ്കിൽ പറയാം നമുക്ക് അങ്ങോട്ട് അവിടെയാണ് വിജയമെന്നോ ഇവിടെയാണ് തോൽവിയെന്നോ അല്ലെങ്കിൽ ഇവിടെ വിജയമെന്നോ അവിടെ തോൽവിയെന്നൊക്കെ നമുക്ക് പറയാം. ഇതൊരു വാറല്ല സംഭവിച്ചിരിക്കുന്നത്. നമ്മളൊരു പ്രതിരോധം മാത്രമാണ് നടത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഉടനെ കയറിയിട്ട് പാകിസ്ഥാൻ വിജയിച്ചു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കും? അത് ഇന്ത്യക്കകത്തിരുന്നുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ല, മീഡിയാസ് പറഞ്ഞല്ല, ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ തല്ലിയതിൻ്റെ പ്രശ്നമാണ്, ആര് ജയിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റിട്ടുള്ളത് പക്കികൾക്ക് തന്നെയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പ്രകാരമുള്ള ആ ഒരു വിജയം അത് നമുക്ക് തന്നെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ആ സമയത്ത് എങ്ങനെ വന്നത് ഇതുപോലത്തെ ഇത് കാര്യങ്ങൾ ചെയ്തു, ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ളവർ ഉന്നയിച്ച സമയത്തൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചെന്ത് ചെയ്യും എന്നതായിരുന്നു നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ പറയുന്നത് പോലെ സുരക്ഷാ വീഴ്ച പഹൽഗാമിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് അന്നും ഈ പറയുന്ന ഉന്നത നേതാക്കളൊക്കെ ആണെങ്കിൽ മോദിക്കെതിരെ വിമർശനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മോദി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മൻമോഹൻ സിംഗിനെതിരെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അന്ന് ഇങ്ങനെ പറഞ്ഞ വ്യക്തി എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ചർച്ചയാവേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം തന്നെ. പക്ഷേ അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കേണ്ടുന്ന ഈ ഒരു ടൈമിലാണെങ്കിൽ ഇതേ അഖിൽ മാരാർ തന്നെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്നുള്ള രീതിയിൽ അങ്ങനത്തെ കുറേ അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ അങ്ങ് ഇറക്കി വിടുകയാണ്. ഓക്കെ, ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പുള്ളി ഇവിടെ പറഞ്ഞത്. ഞാൻ ആ ഒരു ക്ലിപ്പ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ലത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പക്കികൾക്കാണ് വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കേണ്ടത് ഈ രീതിയിലാണോ? കാര്യം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതപരമായിട്ട് നിങ്ങൾ സംസാരിക്കണം. കാര്യം നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു അഖിൽമാരല്ല, നിങ്ങളെ നാലാൾ അറിയുന്ന നിങ്ങളൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് വസ്തുത ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തിനാണെങ്കിലും ഈ ഒരു വിഷയത്തെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ. എന്തായാലും ഒരു MLA പട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാചക കസർത്തും അതേപോലെ മിസ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് എങ്കിൽ ജനങ്ങൾ തന്നെ നിങ്ങളെ അഖിൽമാരെ നിങ്ങളെ പിടിച്ച് താഴെ വലിച്ചിടും.